ഗൈസ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. എൻ്റെ പേര് അഞ്ജു. ഞാനിപ്പോൾ ഉള്ളത് US ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് മെയിനായിട്ടും നമ്മൾ ഇന്ത്യയിൽ നേഴ്സായിട്ട് ജോലി ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസും US വന്നിട്ട് എൻ്റെ ഉള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പം ഞാൻ ഫ്ലോറിഡയിൽ ന്യൂയോർക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു ഏകദേശം സിമിലർ ആണ്. പിന്നെ ഞാൻ സൗദിയിൽ ഇച്ചിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സാലറിയാണ്. പിന്നെ ഒബിയസ്ലി നമുക്ക് ഇന്ത്യനെ കഴിഞ്ഞ് സാലറി കൂടുതലാണ് എബ്രോഡ്. അതിപ്പോൾ സൗദി ആണെങ്കിലും യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ഇവിടെ US ഒക്കെ സാലറി നമുക്ക് നല്ല കൂടുതലാണ്. അതല്ല എൻ്റെ മെയിൻ പോയിന്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ സാലറി ഇവിടെ അവർലി റേറ്റിലാണ്. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അവർലി റേറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർലി റേറ്റ് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിനെ കഴിഞ്ഞും ഇത് നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ പേച്ചെക്ക് കിട്ടും. നമുക്ക് ഒരു മാസം വെയിറ്റ് ചെയ്തിരുന്ന ആ പേച്ചെക്കിന് വേണ്ടി ഇരിക്കേണ്ട. നമുക്ക് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നമുക്ക് പേച്ചെക്ക് കിട്ടും. അതൊരു ഭയങ്കര സൂപ്പർ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പിന്നെ ഇപ്പം നമ്മളെ ആണെങ്കിൽ നമ്മളിപ്പോൾ ജോലി കയറി, അപ്പം നമ്മുടെ കോവർക്കർ ആരെങ്കിലും സിക്ക് വിളിച്ചു, അല്ലെങ്കിൽ അവർ ഏറ്റിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഹോളിഡേ അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ഒരു ഓൺ കോൾ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ മാനേജർ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ പേ എന്ന് പറയുന്ന പേ കിട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ അവർ ഓഫർ ചെയ്യും. അതായത് നമ്മുടെ സാലറിയുടെ ഇരട്ടി സാലറിയോ അല്ലെങ്കിൽ ടൈം ആൻഡ് ഹാഫോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അല്ലെങ്കിൽ നല്ല എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു $400 എക്സ്ട്രാ തരാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മണി മേക്ക് ചെയ്യാം. അതൊരു നല്ല തിങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കണം. ഞാൻ സൗദി ജോലി ചെയ്തപ്പോഴും കോൺട്രാക്റ്റ് ഇത്ര നാളത്തേക്ക് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാസ്പോർട്ടോ നമ്മുടെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നിന്നിട്ടുണ്ടായത്. ഇപ്പം അതിന് ചേഞ്ച് വന്നോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ US അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മുടെ ഒരു സാധനങ്ങളും അവിടെ കൊടുക്കുന്നില്ല. നമ്മൾ ജോയിൻ ചെയ്യുന്നു, നമുക്ക് എപ്പോൾ ഇഷ്ടമുണ്ടോ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോരാ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഇല്ലാതെ എടുത്ത് കളഞ്ഞിട്ട് പോരണമെന്നല്ല. അവർക്കുണ്ട് നോട്ടീസ് കൊടുക്കണം, 2 വീക്സ് നോട്ടീസ് അല്ലെങ്കിൽ 1 മന്ത് നോട്ടീസ് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാത്തവരും ഉണ്ട്. അന്ന് പറഞ്ഞ് നമ്മളെ ഒന്നിനും അവർ ചാർജ് ചെയ്യാനൊന്നും പോകുന്നില്ല. നമുക്ക് നാളെ പോകണ്ടെന്ന് വെച്ചാൽ നാളെ പോകണ്ട എന്നുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതും ഇവിടുത്തെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓറിയൻറ്റേഷൻ പീരീഡ് കാണും. ഒരു 3 മന്ത്സോ ഒക്കെ ഒരു ഓറിയൻറ്റേഷൻ പീരീഡ് അവർ വെക്കും. ആ പീരീഡിൽ തന്നെ നമുക്ക് എപ്പോഴും നമുക്ക് ഒരു പ്രിസെപ്റ്ററിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടാവുക. അപ്പം നാട്ടിൽ ഇപ്പം ഞാൻ ഫസ്റ്റ് ഡൽഹിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു OR എക്സ്പീരിയൻസും ഇല്ല. ഞാൻ പെട്ടെന്ന് ഒരു ബിഗ് ഹോസ്പിറ്റലിൻ്റെ ORലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു ബേസും കിട്ടുന്നില്ല. നമ്മൾ എവറി ഡേ ആരുടെയും കൂടെ ഒരു കുറച്ച് ദിവസം നിൽക്കുന്നു, അവരെന്താണോ പറയുന്നത് ഏതെങ്കിലും ഇച്ചിരി കേൾക്കുന്നു, അത്രേ എനിക്കുള്ള ആ ബേസ് കിട്ടിയുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ പിള്ളേർക്ക് നല്ല ബേസ് കിട്ടും. കാരണം അവരൊരു പ്രിസെപ്റ്ററിൻ്റെ കൂടെ ഇങ്ങനെ 3 മന്ത്സ് നടക്കുകയാണ്. അതുപോലെ ORൽ ഉള്ളതാണെങ്കിൽ എസ്പെഷ്യലി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് 6 മന്ത് ഫെലോഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഫുൾ ഫെലോഷിപ്പ് ഒരാളുടെ കൂടെ ആയിരിക്കും. അവർ ഫുൾ ബേസ് നന്നായിട്ട് പഠിച്ചെടുക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതെല്ലാം നന്നായിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു ടൈം പീരീഡ് ഇവിടെ അവർ തരും. എന്നോട് ചിലരൊക്കെ സംശയം ചോദിക്കാറുണ്ടോ, ഞാൻ കുറേ നാളത്തേക്ക് എക്സ്പീരിയൻസ് ഇല്ലാതിരിക്കുക, അപ്പോൾ ഒരു ടച്ച് കിട്ടുമോ അങ്ങനെയൊക്കെ. അതൊന്നും നിങ്ങൾ ഓർത്ത് പേടിക്കുക വേണ്ട. ഇവിടെ എപ്പോഴും നിങ്ങളെ ഒരു പ്രിസെപ്റ്ററിൻ്റെ ഷാഡോയിലാണ് നിങ്ങളെ 3 മന്ത്സെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ പ്രിസെപ്റ്ററിന് നിങ്ങളൊരു ശല്യം ആവുമെന്ന് ഓർത്ത് പേടിക്കേണ്ട. ഇവിടെ പ്രിസെപ്റ്റർ പ്രേ ഉണ്ട്. നമ്മൾക്ക് ഇപ്പം ഞാനൊക്കെ ആരെങ്കിലും പ്രിസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻഡ് ഓഫ് ദി ഡേയിൽ നമ്മുടെ മാനേജറിൻ്റെ അടുത്ത് ഇത്ര അവേഴ്സ് ഈ ആൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്ട്രാ അതിനൊരു സാലറിയും കൂടെ കിട്ടും. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ചേച്ചി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒരു മാറ്ററാണോ അങ്ങനെയൊക്കെ. ഇവിടെ ജോലി കിട്ടാൻ അങ്ങനെ ചിലപ്പോൾ അവർ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും നോക്കണേ ഡിപ്പാർട്ട്മെൻറ്റിൽ. പക്ഷേ നിങ്ങൾക്ക് ജോലി ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാതിരിക്കേണ്ട ഒന്നും ഇതില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഒത്തിരി പേരെയും നമ്മൾ എടുക്കാറുണ്ട്. ഈവൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണെങ്കിൽ വേറെ ഇപ്പം ലൈക്ക് ഈ ICU ER ഒക്കെ ഉള്ള നേഴ്സസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കാറുണ്ട്. ഒന്നും അറിയാത്തില്ലാത്ത ഫ്രഷ് ഇറങ്ങിയ പിള്ളേരെ എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നമുക്കിവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. വേറൊരു കാര്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, നാട്ടിൽ നമ്മളിങ്ങനെ സിക്ക് വിളിക്കണമെങ്കിലൊക്കെ നമ്മൾ വിളിച്ചിട്ട് നമുക്ക് തീരെ വയ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മാനേജർ സമ്മതിക്കത്തില്ല. ഇല്ലില്ല ഇന്ന് വന്നേ പറ്റത്തുള്ളൂ. എന്നോടിപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുന്നത്, നിനക്ക് ഭയങ്കര ലൈറ്റ് പേഷ്യൻറ്റിനെ തരാം അല്ലെങ്കിൽ നിനക്ക് ഒരു പേഷ്യൻറ്റിനെ തരത്തുള്ളൂ, നീ എന്താണെങ്കിലും വരണം അങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് നമ്മളെ എടുക്കാൻ സമ്മതിക്കത്തില്ല സിക്ക്. പിന്നെ ഞാൻ സൗദിയിലെ കാര്യം റിമെമ്പർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിക്കാണെങ്കിലും നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി എന്തോ ഡോക്ടറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുമോ അങ്ങനെ എന്തോ ചെയ്യണം. നമ്മൾ സിക്കായിട്ട് നമ്മൾ ഒരുങ്ങി, അപ്പോൾ അവിടെ ആകുമ്പോൾ അറിയാമല്ലോ നമ്മളിങ്ങനെ ഇതൊക്കെ കെട്ടി ഒരുങ്ങി ചെന്ന് ഇത് എടുക്കണം. അത് വിചാരിക്കാൻ നമ്മൾ എങ്ങനെയെങ്കിലും ജോലിക്ക് പോയാലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സിക്ക് വിളിക്കാനുണ്ടോ, സിക്ക് വിളിച്ചിട്ട്
ഓക്കെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല, പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതൊരു സൂപ്പർ സംഭവം അല്ലേ. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം എനിക്കറിയത്തില്ല, ഒത്തിരി സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നല്ലൊരു ഇതായിട്ടായിരിക്കും. നാട്ടിലൊന്നും നമുക്ക് ഒരു വിലയില്ല, നമുക്ക് സാലറി ഇല്ല, അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നേഴ്സസ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനെ കഴിഞ്ഞ് പവറാണ്, നമുക്ക് ഭയങ്കര റൈറ്റ്സ് ആണ്. എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെ പരാതിപ്പെടാനോ നമുക്ക് എന്ത് പറയാനോ നമുക്ക് ആരുടെ പേരിൽ എന്ത് ഇത് അങ്ങനെ എല്ലാം ഭയങ്കര റൈറ്റ്സ് ആണ്. ഡോക്ടേഴ്സിന് ഇപ്പം നമുക്ക് ആരുടെയും പേര് കംപ്ലയിൻറ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ നമുക്ക് നല്ല റൈറ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യണമെന്നല്ല ഞാൻ പറയണേ, നമുക്ക് റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും പേടിക്കണ്ട. ഓക്കെ, നമ്മൾ ആരെ പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എന്തുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ആരുടെ അടുത്ത് വേണമെങ്കിലും പോയി പറയാം. അത് എലിവേറ്റ് ചെയ്ത് എസ്കലേറ്റ് ചെയ്ത് എവിടെ വേണമെങ്കിലും എത്തിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് നല്ല റൈറ്റ്സ് ഉണ്ട്. അതൊരു നല്ലൊരു പവറാണ്. ഒരു ബിഗ് തിങ് എനിക്ക് ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്ത നാട്ടിലത്തെയും ഈവൻ സൗദിയിലും കുഴപ്പമില്ല കേട്ടോ, നാട്ടിലാണ് അത് ഭയങ്കരമായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോഴത്തേക്കും ചാടി എണീക്കുന്നു, ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്നു. നമ്മളെ നാട്ടിലാണെങ്കിൽ എല്ലാ ആൾക്കാരെയും അവരുടെ ലെവൽ വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഡോക്ടേഴ്സിന് ഒരിത്, അനസ്തീഷ്യ ഒരിത്, പിന്നെ തറ തുടയ്ക്കുന്ന ആൾക്കാരെ ഒരിത്, നമ്മുടെ കൂടെയുള്ളവരെ ഒരിത്, നമ്മുടെ സീനിയേഴ്സിനെ ഇങ്ങനെ ഒരു ലെവൽ ഇവിടെ ഇല്ല. ഇവിടുത്തെ ആൾക്കാരെ കണ്ടാൽ പോലും അറിയാൻ പാടില്ല ഏതാണ് ഡോക്ടർ, ഏതാണ് പെരിയോപ്പ്, ഏതാണ് അനസ്തീഷ്യ, അങ്ങനെ ഒന്നും. എല്ലാവരും സെയിം ഇതാണ്. പിന്നെ എല്ലാവരും പേര് വിളിച്ചാൽ മതി. നമ്മളിങ്ങനെ ചേച്ചി, ചേട്ടാ, പിന്നെ സർ, പിന്നെ എണീറ്റ് നിൽക്കുന്നു, ചാടുന്നു, വീഴുന്നു, അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഇവിടെ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 75 ഇയർ ഓൾഡിനെ ഞാൻ പേര് തന്നെയാണ് വിളിക്കുന്നത്. എന്നെ കഴിഞ്ഞ് കൊച്ചാളെയും ഞാൻ പേര് തന്നെയാണ് വിളിക്കുന്നത്. അത് തന്നെ ഒരു ബിഗ് തിങ് ആണ്. നമ്മൾ നാടാണെങ്കിൽ അവളെൻ്റെ പേര് എന്നെ ചേച്ചി അവൾ വിളിച്ചില്ല, അഹങ്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും പേരാണ് വിളിക്കുന്നത്. അതുപോലെ ആരെ കാണുമ്പോൾ ചാടി എണീക്കേണ്ട. എവരിബഡി സോ ഫ്രണ്ട്ലി. നമ്മൾ നമ്മുടെ കൂടെയുള്ള ഏത് ജോലിക്കാരും ആവട്ടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആവട്ടെ, എല്ലാവരോടും നല്ല ഇതാണ്. ഡോക്ടേഴ്സും അങ്ങനെ തന്നെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. അതൊരു വളരെ നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ ടാക്സസ് ഉണ്ട്. അപ്പം നമുക്ക് പറയുന്ന ഒരു ആനുവൽ സാലറി ആണെങ്കിൽ അതിൻ്റെ ഇത്ര ഒരു പെർസെൻറ്റേജ് കഴിഞ്ഞിട്ടേ നമ്മുടെ കൈ കിട്ടത്തുള്ളൂ. നമ്മൾ ഇത്ര സാലറി ഇപ്പം നാട്ടിൽ ചില ആൾക്കാർ ചിലരിങ്ങനെ പറയും, എൻ്റെ മോൾക്ക് 2 ലക്ഷം രൂപ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ ഉണ്ടായിരിക്കും സാലറി, പക്ഷേ അതിൻ്റെ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടാക്സിൻ്റെ കാര്യം ഇവിടെയുണ്ട്. ഞാൻ ടാറ്റ ബൈ വേ ഒക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർത്തത് കേട്ടോ. നമ്മൾ സിക്ക് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, സിക്ക് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് അന്നത് സാലറി കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് അത്ര നേരത്തെ സാലറി കിട്ടത്തുള്ളൂ. ഇവിടെ അവർലി റേറ്റ് ആണല്ലോ. പിന്നെ നമ്മൾ താമസിച്ച് ഇറങ്ങുന്നെങ്കിൽ നമുക്ക് ഓവർ ടൈം ആയിട്ടുള്ള സാലറിയും കിട്ടും. അത് ഞാനിപ്പോൾ ഓർത്തത്. അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ. നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കുറച്ചും കൂടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇച്ചിരിയെങ്കിലും കുറച്ച് പേർക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളായിട്ട് സബ്സ്ക്രൈബിൻ്റെ കാര്യമൊന്നും പറയാറില്ലായിരുന്നു. എന്നാലും നിങ്ങളാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൊള്ളായിരുന്നു.